നമസ്കാരം, ഞാൻ സെന്തിൽ മുത്തുസ്വാമി. ഒരു ചെറിയൊരു പരിപാടിയാണ്, വേറൊന്നുമല്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളിവിടെ ടാങ്കിൽ ഒരു 60 ദിവസത്തോളം പ്രായമായിട്ടുള്ള ബീറ്റാസ് മെയിലും ഫീമെയിലും കിടപ്പുണ്ട്. അവരെ ഞാൻ എങ്ങനെയാണ് ബോട്ടിൽ ചെയ്യുന്നത് അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ ഇവിടെ ബോട്ടിൽ ചെയ്യുന്നതിന് പല രീതിയിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും തുടക്കക്കാർക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മാർഗമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വേറൊന്നുമല്ല, നമ്മുടെ യൂസ് ചെയ്ത ഒരു ബോട്ടിൽ, ഏതിൻ്റെ ആകാം, യൂസ് ചെയ്തൊരു ബോട്ടിൽ, ഈ ബോട്ടിൽ അതിലെ മൂന്നായിട്ട് നമ്മൾ ഈ നീളത്തെ മൂന്നായിട്ട് വീതിക്കുക. 1, 2, 3 അതിൽ 1, 2 കണ്ടല്ലോ. ഈ 2 ഭാഗത്തിൽ ഒരു ഹോൾ ഇടുക. 3ൽ 2 ഭാഗത്തിൽ ഹോൾ ഇടുക. അത് ഹോള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലിടാം. ബാക്കിയുള്ള ഭാഗം നമ്മുടെ ഫ്രീ സ്പേസ് ആണ്. ഫ്രീ സ്പേസ് ഇവിടെ ഞാൻ ചെയ്യുന്നതിൽ ഈ കുപ്പി ബോട്ടിലിന്റെ ഈ മുകൾ വശമൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അതെന്തിനാണെന്ന് ഞാൻ പറയാം. പിന്നെ അടപ്പ് ഒഴിവാക്കാം. ഇപ്പൊ തൽക്കാലം ഇട്ടിരിക്കട്ടെ. അപ്പോൾ എനിക്ക് വേണ്ട ഇതിനിപ്പോ ഇത്രയും സാധനങ്ങളും കൂടെ എനിക്ക് ഹോൾ ചെയ്തിടാനുണ്ട്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അല്ല, ഈ കാണുന്ന ടാങ്കിലാണ് നമ്മുടെ ഇന്നത്തെ ബീറ്റാസ്, ബോട്ടിൽ ചെയ്യാനുള്ള ബീറ്റാസ് കിടക്കുന്നത്. കണ്ടോ, ഈ സാധനത്തെ ഇതിൽ കൂടുതൽ അവരെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർ വാലും ചെറുതെല്ലാം കുത്തിക്കളയും. കണ്ടല്ലോ, കറക്റ്റ് ടൈമിൽ നമ്മൾ ഇവരുടെ ബോട്ടിൽ ചെയ്തില്ല എങ്കിൽ നമുക്ക് വാലിനും ചിറകിനും ഒരു പ്രൊപ്പോർഷൻ കിട്ടത്തില്ല. ബോഡി സൈസ് കൂടും. അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ ടാങ്കിലാണ് നമ്മുടെ ബീറ്റാസ് എല്ലാം കിടക്കുന്നത്. അവരെ ഞാനിപ്പോൾ പിടിക്കുക. ബോട്ടിൽ ചെയ്യാനുള്ള ആൾക്കാരാണ്. അത് നമ്മൾ ഇതുണ്ട്, അത് മുകളിൽ കൂടെ കാണിച്ചു. ഇത്രയും ആൾക്കാരുണ്ട്. നമ്മൾ ഈ വലിയ ടാങ്കുകളിൽ ഇവരെ ഗ്രൂപ്പായിട്ടിട്ട് വളർത്തുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഹെൽത്ത് പലപ്പോഴും വീക്കാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു കെയർ, പ്രോപ്പറായിട്ടുള്ളൊരു ഭക്ഷണം പലപ്പോഴും ഇവർക്ക് കിട്ടാതെ വരും. നമ്മൾ 2 നേരം ഫീഡ് ചെയ്താലും എല്ലാവർക്കും അത് പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ബോട്ടിലിങ്ങിൽ ഒഴിവാക്കിയെടുക്കാം. ആ ഒരു സമയത്തെ വീക്ക്നെസ് ഇതിൽ പരിഹരിക്കാം. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഫീഡിങ്ങിൽ നമ്മൾ പെല്ലറ്റ് ഫീഡും ലൈഫ് ഫീഡും മാറി മാറി ഉപയോഗിക്കുക. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരേ ഫീഡ് തന്നെ ഉപയോഗിക്കാതിരിക്കുക. കുറഞ്ഞൊരു 3-4 ഫീഡെങ്കിലും കരുതുക. ആഴ്ചയിൽ അത് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു ഫീഡിൽ നിന്ന് എനിക്ക് ചെയ്തിട്ട് മനസ്സിലാകുന്നത്, ഒരു ഫീഡിൽ നിന്ന് കിട്ടുന്നതിലും റിസൾട്ട് പല പല ഫീഡുകൾ മാറി മാറി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഉപയോഗിക്കുന്ന ബോട്ടിലുകൾ വാഷ് ചെയ്ത് കളയാതിരിക്കുക. ജസ്റ്റ് വെള്ളം, ഇപ്പോൾ കാണിക്കുന്ന സിസ്റ്റത്തിലാണെങ്കിൽ വെള്ളം ഒഴിച്ചു വിട്ടാൽ മാത്രം മതി. പലരും ഇത് ചെയ്യുന്നില്ല. ഈ ബോട്ടിലിംഗ് ടൈമിൽ നമ്മൾ ഒരു നല്ല രീതിയിൽ കെയർ ചെയ്യുക. ബാക്കി ഇതുവരെയുള്ള പോരായ്മകൾ നമുക്കിതിൽ നികത്തിയെടുക്കാൻ പറ്റും. ഒന്ന്, കളറിൽ വരുന്ന അപാധകൾ പരിഹരിക്കാൻ പറ്റും. ഗ്രോത്തിനകത്തുള്ളത് പറ്റും. പിന്നെ ബോട്ടിൽ ചെയ്യുന്ന സമയത്ത് കൂടുതലും മെയിലിനെ മാത്രം ബോട്ടിൽ ചെയ്യുക. നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിലുകളുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഒരു ബ്രൂഡ് സ്റ്റോക്ക് ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരെ ബോട്ടിൽ ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് മെയിലിനെ ഒരു 100ാമത്തെ ദിവസം സെയിൽ ചെയ്യാം. കഴിവതും 60-70 ഇടയ്ക്കുള്ള ദിവസം ബോട്ടിൽ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നല്ല ടെയിലൊക്കെ ഗ്രോത്ത് ആയിട്ട് വരുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇനി കൂടുതൽ സമയം ഇട്ട് കഴിഞ്ഞാൽ തമ്മിൽ ഇവര് പ്രശ്നം ഉണ്ടായിട്ട് അവരുടെ വാലും ടെയിലും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ബോട്ടിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിൽ ഞാൻ ഓരോ കുപ്പിക്കകത്തോട്ടും ഉപ്പിടാനായിട്ട് നടക്കത്തില്ല. അപ്പൊ ഇത് ഏകദേശം ഒരു 15 ലിറ്റർ വെള്ളമുണ്ട്. 15 ലിറ്റർ വെള്ളത്തിനാണ്ട് ഇത്രയും ഉപ്പ്, ചെറിയൊരളവ് കല്ലുപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യും. ഈ വെള്ളത്തിലാണ് നമ്മുടെ ബോട്ടിലിങ് നടക്കുന്നത്. ഞാൻ ബോട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിന് വേറൊന്നുമില്ല, ഇതിന് ഹോൾ ഇട്ടില്ല. ഇതിന് ഹോൾ ഇടണം.
അപ്പോൾ ഇതിലേക്ക് കണ്ടല്ലോ, വെള്ളം ഒഴിക്കുന്നത് നമ്മുടെ ഈ ഓവർഫ്ലോയിലെത്തുമ്പോഴത്തേക്കും അത് രണ്ട് സൈഡിലേക്കും പോവും. ഇതാണ് ഇതിൻ്റെ രീതി. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഇന്ന് ഫിഷ് ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം ഗ്യാപ്പിൽ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയുള്ള സിസ്റ്റം. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇത് തന്നെ പണി തീർന്ന്. വാട്ടർ ചേഞ്ച്. അപ്പോൾ ഇതൊരു റെഡിൻ്റെ മെയിൽ. ആ മെയിലിനെ നമ്മൾ ഈ ബോട്ടിലിനകത്ത് ഇട്ടിട്ട് കഴിയുമ്പോഴത്തേക്കും ബോട്ടിലിങ് കഴിഞ്ഞു. ഇനി ഇത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് വെച്ചിട്ട് ഇതിനാവശ്യമുള്ള തീറ്റ 2 നേരമോ 3 നേരമോ നല്ലപോലെ തീറ്റ ചെയ്യുക. ഇപ്പം കഴിവതും 3 നേരം കൊടുക്കാൻ ശ്രമിക്കുക. സമയമില്ലാത്തവർ 2 നേരം തീർച്ചയായിട്ടും കൊടുക്കുക. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിനുള്ള ഒരു ക്ഷീണവും മറ്റു കാര്യങ്ങളും ഒക്കെ മാറിയിട്ട് ഇത് ഒക്കെ നല്ലൊരു ഷേപ്പിലോട്ട് വരും.